പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള നമ്മുടെ സിബിന്റെ പ്രതികരണം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എന്റെ കിളി പോയി കേട്ടോ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന് നിസ്സംശയം പറയാം, അങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളാണ് സിബിൻ നടത്തിയത്. മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, ശരിക്കും സിബിൻ ചേട്ടൻ വന്നതിന് ശേഷമാണ് ഈ സീസണിലെ കളി മാറിയത് എന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. കളി മാറിയ സമയത്ത് ഇങ്ങനെ ഒരു പുറത്താക്കൽ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എന്നെന്തോ ചോദിക്കുന്നു. അപ്പോൾ സിബിന്റെ റെസ്പോൺസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ പുറത്തേക്ക് പോവുക എന്നത് എന്റെ തീരുമാനമല്ല, അത് ഞാൻ ഇപ്പോഴേ പറയാം. പുറത്തേക്ക് പോവുക എന്നത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്തേക്ക് പോകണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഒരു റിഫ്രഷ് റീസെറ്റ് മോഡ് നമുക്ക് ആവശ്യമാണ്, അതെനിക്ക് വേണമായിരുന്നു എന്ന് സിബിൻ ഉത്തരമായിട്ട് പറയുന്നു. ഈ ഒരു റെസ്പോൺസിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സിബിന്റെ പുറത്താക്കല് ഏഷ്യനെറ്റിന്റെയും ബിഗ് ബോസ് ക്രൂവിന്റെയും ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. 2-3 പോസിബിലിറ്റീസ് ഉണ്ട്, എല്ലാം വളരെ ഹൈപ്പോത്തറ്റിക്കലാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാ പോസിബിലിറ്റീസും ഞാൻ പറയാം. ആദ്യത്തെ പോസിബിലിറ്റി, 2 ആഴ്ചത്തെ കരാർ ഒപ്പിട്ടിട്ടാണ് സിബിൻ അതിനകത്തേക്ക് കയറിയത്. ഷോയിൽ ഒരു ഓളം ഉണ്ടാവാനും പിന്നെ ഈ പറഞ്ഞ പോലെ എന്റർടൈൻമെന്റ് വാല്യൂ വരാനും ഒക്കെ വേണ്ടിയായിരിക്കും ചെറിയൊരു ടൈം പീരീഡിലേക്ക് സിബിനെ അവിടെ നിർത്തിയിട്ട് ഷോ ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് പ്രകാരം പിന്നെ പുറത്തേക്ക് വിട്ടത്. രണ്ടാമത്തെ പോസിബിലിറ്റി, ഗെയിം ചേഞ്ചിങ്. സിബിൻ അവിടെ നിന്നാൽ അവിടെയുള്ള എല്ലാവരും തന്റെ പാട്ടിലാക്കി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ബിഗ് ബോസ് ക്രൂവിന് നല്ലപോലെ അറിയാമായിരുന്നു. അഖില് നിൽക്കുന്നിടത്താണ് കൂട്ടമുണ്ടാവുന്നത്. ആ മാസ് ഡയലോഗ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അമ്മാതിരി ഡയലോഗ് ഒക്കെ അടിച്ച് ഈ സീസണിലെ ഒരു അൺഡിസ്പ്യൂട്ടഡ് കിങ് ആയിട്ട് സിബിൻ ഉയർന്നേനെ. കാരണം അത്രയും യുണീക്ക് ഗെയിമർ ആയിരുന്നു സിബിൻ. ഈ സീസണിലെ ആരും ഈ രീതിയിൽ കളിച്ചിട്ടില്ലായിരുന്നു. ഓഡിയൻസിന് എന്റർടൈൻമെന്റ് കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെ മാത്രം അവിടെ നിന്നൊരു മത്സരാർത്ഥി. അങ്ങനെ ഒരാൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവരുടെയും പ്രേക്ഷകരുടെയും എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റും, അത് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ ബിഗ് ബോസ് കപ്പ് കൊടുക്കാനിരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു ഫേവറിസം കാണിച്ച് പുറത്താക്കി. അതാണ് രണ്ടാമത്തെ പോസിബിലിറ്റി. മൂന്നാമത്തെ പോസിബിലിറ്റി ആണ് ശരിയാവാൻ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ പ്രഷർ കുക്കറിനോട് സമാനമായ ആ വീടിന്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ ലോല മനസ്സുള്ളവനായിട്ടുള്ള നമ്മുടെ സിബിൻ പിന്മാറുന്നു. ഈ ഒരു പ്രതികരണം കണ്ടിട്ട് വേറെയും കുറെ പോസിബിലിറ്റീസ് മൈൻഡിൽ കൂടി ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയി. എന്തായാലും ബിഗ് ബോസ് ചെയ്തൊരു വലിയ ചതിയായി പോയി സിബിനെ പുറത്താക്കിയത്. ഈ സീസൺ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ആളായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്ന് അറിയാം. പക്ഷെ സിബിന്റെ ഇഷ്ടപ്രകാരമല്ല ബിഗ് ബോസ് വിട്ട് ഇറങ്ങിയത് എന്ന് അറിഞ്ഞപ്പോ എനിക്ക് മിണ്ടായിരിക്കാൻ തോന്നിയില്ല. നല്ലൊരു വിഷമം ഫീൽ ചെയ്തു. മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്ത് പുള്ളിയുടെ ലൈഫിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.